അങ്ങനെ ഈ വീക്ക്ലി ടാസ്ക് 3 ദിവസം നീണ്ടു നിന്ന വീക്ക്ലി ടാസ്ക് ജയിച്ചിരിക്കുന്നത് ആര്യനാണ്. പക്ഷേ ശക്തമായ പ്രതിഷേധം. ആരാണ്? അഭിനന്ദനങ്ങൾ ആര്യൻ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് 2 സെക്കൻഡിനകം പറ്റത്തില്ല ബിഗ് ബോസ്, പറ്റത്തില്ല, നിയമം തെറ്റിച്ചിരിക്കുകയാണ്, കള്ളത്തരം കാണിച്ചിരിക്കുകയാണ്. കള്ളത്തരത്തിലൂടെ, കുറുക്കു വഴിയിലൂടെ, ചതിയിലൂടെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്, ഇത് നിർത്തലാക്കണം, റദ്ദാക്കണം ബിഗ് ബോസ്, നിയമം തെറ്റിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ അനീഷാണ് ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ 3 റൗണ്ടിലും കൂടിയുള്ള പോയിന്റ് ആര്യൻ്റെത് വെട്ടിക്കളഞ്ഞാലും, ആര്യൻ്റെത് എടുത്ത് കളയാന്ന് വെച്ചോ, ബിഗ് ബോസ് പണിഷ്മെൻ്റ് ആയിട്ട് ഇപ്പം ആ ഒരു റൗണ്ടിൽ ആര്യൻ കള്ളത്തരം കാണിച്ചല്ലോ, ആ കോയിൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, കയ്യിൽ മാറ്റി വെച്ചു. ആര്യൻ പറയുന്നത് ലൂപ്പ് ഹോളാണെന്ന്, പക്ഷെ എന്നാലും തെറ്റാണ് അത് ചെയ്തത്. അപ്പം ആര്യൻ അതും 3 കള്ളത്തരം കാണിച്ചത് കൊണ്ട് ഇന്നത്തെ 3 റൗണ്ടും റദ്ദാക്കിയാലും, അല്ലെങ്കിൽ 3 റൗണ്ടും ആര്യൻ്റെ പോയിന്റ് എല്ലാം എടുത്ത് കളയാണെങ്കിൽ കൂടി 51 പോയിന്റാണ് ആര്യൻ നേടിയത് 3 റൗണ്ടിലും കൂടി. എടുത്ത് കളഞ്ഞാൽ കൂടി ആര്യന് 210 പോയിന്റ് കിട്ടും. അപ്പോഴും അനീഷിന് 198 പോയിന്റ്സേ ഉള്ളൂ, കുറച്ച് പോയിന്റ് വ്യത്യാസം. അപ്പോഴും ആര്യനാണ് മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രസക്തി ഇല്ല. അപ്പോൾ അത് പക്ഷേ എന്നാലും ഇവിടെ അനീഷ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ നൂറയെടുത്ത് ഈ അക്ബറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലൈൻസൊക്കെ ഓപ്പൺ ആക്കി ടാസ്ക് റെഡിയാവുന്നത്. അക്ബറും നിവിനും ഔട്ടാവണ കാര്യമൊക്കെ പറയുന്നത് കണ്ടറിയാം. അപ്പോൾ ഭയങ്കര നിർണായകമാണ് കേട്ടോ ഈ ആഴ്ചത്തെ എവിക്ഷൻ, ഭയങ്കര നിർണായകം, ഒന്നും പറയാനില്ല. ഏകദേശം ഗെയിമിൻ്റെ ആ ഒരു ആംഗിൾ തന്നെ മാറും. ഏകദേശം കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അക്ബറും ആദിലയും അക്ബറും കൂടെ അവിടെ ഒന്നിക്കുകയല്ല, അവരുടെ ഇടയിലുള്ള ആ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഗെയിം എങ്ങോട്ട് പോകുന്നറിയാം. കാരണം ഷാനവാസിൻ്റെ ഗെയിം അക്ബറിന് അഗൻസ്റ്റ് ആണ്. സോ ഇതിൽ അക്ബറിനെ ഇനിയും ആദിലേനെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഷാനവാസ് പോകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മനസ്സിലായി? ഷാനവാസ് ഒന്ന് സ്വിച്ചിട്ട് വെച്ചേക്കുക, ഷാനവാസിൻ്റെ ഗെയിം ഒന്ന് പിടിച്ചു വെച്ചേക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഷാനവാസ് ഗെയിം ഇപ്പോൾ കളിക്കുന്നില്ല, മിണ്ടാതിരിക്കുക, നല്ല കുട്ടിയായിട്ട്, നല്ല ഒരു പുതിയ പോസിറ്റീവായിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞാലേ ഷാനവാസിൻ്റെ ഗെയിം അടുത്ത ആഴ്ച തൊട്ടാണ് അടുത്ത് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പൗസ് ഇട്ട് വെച്ചേക്കുക, മനസ്സിലായി? ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആരൗട്ടാവണം എന്ന് അറിഞ്ഞൂടാ, ഒരു പിടിയുമില്ല. കാത്തിരുന്ന് കാണാം. ഭയങ്കര നിർണായക എവിക്ഷനാണ്. അയ്യോ, എന്തായിരുന്നാലും ബസറടിക്കുന്നു, എല്ലാവരും കയറയാണ്. ബസറടിച്ച് എല്ലാവരും. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിച്ച വ്യക്തികളിൽ ഞാൻ പറയാവുന്നത് ഷാനവാസ് ഇന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ടാസ്ക്. 3 റൗണ്ട് പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയതും. കോയിൻ എടുത്ത മാത്രമല്ല, കോയിന് 2 പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നത്. ഷാനവാസ് നന്നായിട്ട് കളിച്ചു. അതേപോലെ ആര്യൻ, അതേപോലെ നൂറയ്ക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടി. പിന്നെ അനു, ഇത്രയും പേർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് 3 റൗണ്ടിലൂടെയും കിട്ടിയത്. അങ്ങനെ ആദിലേക്ക് 4 പോയിന്റ്, നൂറയ്ക്ക് 18 പോയിന്റ്, നിവിൻ 9 പോയിന്റ്, സാബുമാൻ 5 പോയിന്റ്, അക്ബറിന് 15 പോയിന്റ്, ആര്യന് 11 പോയിന്റ്. അനുവിന് പണി കിട്ടിയിട്ടുണ്ട്, കുറേ പണി വേറെയും കിട്ടിയിട്ടുണ്ട്. ആര്യൻ ഉള്ളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവൂ. അനുവിന് അടുത്ത പണി കിട്ടിയിട്ട് മധുരം ഒഴിവാക്കണം, മധുരം കഴിക്കാനേ പാടില്ല. അനുവിന് വേറൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കിട്ടുന്ന ദീപാവലി ഗിഫ്റ്റ് കിട്ടില്ല. പിന്നെ ഉള്ളത് 12 പോയിന്റ് അനുവിന്, ലക്ഷ്മിക്ക് 8 പോയിന്റ്, ഷാനവാസിന് 26 പോയിന്റ് പ്ലസ് ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല പണി, അനീഷിന് 8 പോയിന്റ്. അങ്ങനെ ബിഗ് ബോസ് ചോദിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ശരി, അങ്ങനെ ഇന്ന് ടോട്ടലി 3 റൗണ്ടിലുള്ള പോയിന്റ്സ് ഞാൻ പറയാം കേട്ടോ. ആദില 16 പോയിന്റ്, നിവിൻ 30 പോയിന്റ്, നൂറ 46 പോയിന്റ്, സാബുമാൻ 29 പോയിന്റ്, അക്ബറിന് 31 പോയിന്റ്, ലക്ഷ്മിക്ക് 22 പോയിന്റ്, ഷാനവാസിന് 59 പോയിന്റ്, അനീഷിന് 18 പോയിന്റ്, അനുവിന് 41 പോയിന്റ്, ആര്യന് 51 പോയിന്റ്. അനീഷ് ഈ റൗണ്ടിൽ കുറച്ച് വീക്കായിരുന്നു. അനീഷിന് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. ആ സ്കില്ലനുസരിച്ചിട്ടാണ്. ഇപ്പം അനുവിനും ഷാനവാസിനൊക്കെ നല്ല സ്കില്ലാണ്, പെട്ടെന്ന്. ആര്യനും ഓൾമോസ്റ്റ് എല്ലാ ടാസ്കിലും സ്കില്ലുണ്ട്. പക്ഷേ പുള്ളിക്കാരനും നെഗറ്റീവായത് ഈ അമിത ബുദ്ധി, അതിബുദ്ധി, അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധി, അല്ലെങ്കിൽ കള്ളത്തരം, ഇതിലാണ് ആര്യൻ നെഗറ്റീവ് അടിക്കുന്നത്. നന്നായിട്ട് കളിക്കും, പക്ഷേ എല്ലാം കൊണ്ട് കുളവാക്കും. ആ ഒരു ഇമേജ് കുളവാക്കും പുള്ളിക്കാരൻ. അതെനിക്കറിഞ്ഞൂടാ എന്തിനാണെന്ന്, എനിക്കറിഞ്ഞൂടാ എന്ത് കാണിക്കുകയാണെന്ന്. അതിബുദ്ധിയാണോ അതോ അതൊരു പൊട്ടത്തരമാണോ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല. എന്തായിരുന്നാലും ആര്യൻ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. ആ ഒരു ആവശ്യമില്ലാതെ ചെയ്തു വെച്ചതാണ്, ആവശ്യമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഉള്ളതങ്ങ് ഏറ്റുവാങ്ങുക, അത്രയേ ഉള്ളൂ. കാര്യം എന്തായാലും ആര്യൻ പോയിന്റ് വൈസ് മുന്നിലാണ്, വളരെ മുന്നിലാണ് എല്ലാവരെ കാട്ടിയും. സോ എന്തുകൊണ്ടാണ് ആർക്കും ഇവിടെ 200 ഇല്ല, ആര്യനാണ് 200 കടന്നത്. സോ പിന്നെ എന്തിനാണ് വെറുതെ കിടന്നിട്ട് ഈ കള്ളത്തരം കാണിക്കാൻ നിൽക്കുന്നത്? ഒന്നും ചെയ്യരുത്. ഇവിടെ അങ്ങനെ ടോട്ടൽ പോയിന്റ്സിൽ ആകെ മൊത്തം ഈ വീക്ക്ലി ടാസ്ക് ജയിച്ചിരിക്കുന്നത് ആര്യനാണ്. 261 പോയിന്റാണ് ആര്യൻ ടോട്ടൽ നേടിയിരിക്കുന്നത്. തൊട്ട് പുറകെ അനീഷാണ്
198 198 പോയിന്റ്സ് ആണ് അനീഷ്. അത് കഴിഞ്ഞിട്ട് അനുവിനൊരു ഭയങ്കര ജമ്പിങ് ആയിരുന്നു കഴിഞ്ഞ ടാസ്ക്. പാവ ടാസ്കിലാണ് അനു കയറിയത് പാവ ടാസ്കിലാണ്. അതിനകത്ത് വേറൊരു സംഭവം കൂടെ നടന്നു. അക്ബറിന് 0. അതാണ് നിർണായക ഘടകമായത്. അക്ബറിന് 10-20 പാവകൾ കിട്ടിയിരുന്നെങ്കിൽ അക്ബറും കൂടി കയറിയായിരുന്നു, നല്ല വണ്ണം കയറിയേനെ അതിനകത്ത്. പക്ഷേ അക്ബറിൻ്റെ താഴോട്ട് പോക്കാണ് അനുവിന് നേട്ടമായത്. അനുവിന് 188 പോയിന്റ്സ് ആണ്. അനു 3-ാമതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് നിവിൻ്റെ പേരാണ്. നിവിന് 149 പോയിന്റ് ഉണ്ട്, 149 പോയിന്റ്സ് കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് താഴെയുള്ളത് ആദിലയാണ്, 133 പോയിന്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി 115 പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് 107 പോയിന്റ്സ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നൂറ 95 പോയിന്റ്സ്. അത് കഴിഞ്ഞ് അക്ബർ 90 പോയിന്റ്സ്. ഏറ്റവും കുറവ് സാബുമാനാണ് 69 പോയിന്റ്. അങ്ങനെ ആര്യം വിജയിച്ചിരിക്കുകയാണ്. ആര്യന് ടിക്കറ്റ് ഫിനാലയിലേക്ക് സവിശേഷ അധികാരം കിട്ടും. മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ആയിരിക്കും അല്ലേ ടിക്കറ്റ് ഫിനാലെ. കണ്ടിട്ട് കാര്യം അങ്ങനെ ആയിരിക്കുമല്ലോ. കാര്യം 3 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ ബാക്കി. ഉണ്ടാവാനാണ് ചാൻസ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അയ്യോ, കുറച്ചൊക്കെ നമുക്ക് എക്സൈറ്റഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരിത് കളിച്ച് കുളവാക്കാതിരുന്നാൽ മതി. പിന്നെ കളിച്ച് കുളവാക്കുക മാത്രമല്ല, ഡേർട്ടി ആക്കാതിരുന്നാൽ മതി. എനിക്ക് അതാണ് ഒരു ടെൻഷൻ. ഇവർ മിക്ക ഗെയിമുകളും ഇങ്ങനെ ഡേർട്ടി ആക്കും, കുറേ ആരോപണങ്ങളും കുറേ കാർഡുകളും ഒക്കെ ഇറക്കി ഡേർട്ടി ആക്കും. അത് അല്ലാണ്ട് കറക്റ്റ് ഗെയിം കളിച്ച് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 3 ആഴ്ചയ്ക്ക് 25 ദിവസമേ ബാക്കിയുള്ളൂ. 25 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ഇവർ അതിനകത്തിരുന്ന് പറയുന്നുണ്ട് 25 ദിവസമേ ബാക്കിയുള്ളൂ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ എന്തായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊമെൻറ്റ്, ഏറ്റവും നല്ല മൊമെൻറ്റുകൾ പറയാനാണ് പറഞ്ഞത്. ഈ ബിഗ് ബോസ് വീട്ടിലെ പലരും പലരുടെ മൊമെൻറ്റുകൾ പറഞ്ഞു കേട്ടോ. ഇവിടെ മൊമെൻറ്റ് പറഞ്ഞതിൽ അതിനകത്തും കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പലർക്കും. അതായത് മൊമെൻറ്റ് പറഞ്ഞതിൽ കാര്യം ഇവിടെ ജയിലിലെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അനീഷ് വന്ന് പറഞ്ഞത് ഷാനവാസുമായിട്ടുള്ള ജയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജയിലിൽ കിടന്നപ്പോൾ ഷാനവാസും ഞാനും കൂടെ ജയിലിൽ കിടന്നപ്പോൾ കോളേജിലേക്ക് പോയ ഒരു പ്രതീതിയാണ് ഉണ്ടായത് എന്ന് അനീഷ് പറയുന്നു. ഇവിടെ അങ്ങനെ പിന്നെ അനു ഇവിടെ പറയുന്നത് അപ്പാനിയും അനുവും തമ്മിലുള്ള ജയിലിൽ കിടന്നത്, അതാണ് പുള്ളിക്കാരിയുടെ ബെസ്റ്റ് മൊമെൻ്റ് എന്നാണ് പറയുന്നത്. ഷാനവാസ് വന്ന് പറയുന്നത് അക്ബറും ഞാനും കൂടി ഇരുന്നപ്പോഴത്തേക്കും അക്ബർ എന്നെ ആശ്വസിപ്പിച്ചു, ഞാനും കരഞ്ഞു അക്ബറും കരഞ്ഞു എന്നാണ്. പുള്ളിക്കാരൻ അക്ബർ വിട്ടൊരു കളിയില്ല കേട്ടാ. പിന്നെ ഉള്ളത് അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട അക്ബർ വന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേറൊരു മൊമെൻ്റാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട മൊമെൻറ്റുകൾ ഇങ്ങനെ പറയുകയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ബിഗ് ബോസ് മനഃപൂർവ്വം ചോദിച്ചതാണ് അതെല്ലാം. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് അപ്പം ആദിലയും നൂറയ്ക്ക് ഒരു വിഷമമുണ്ട്. അനു നമ്മുടെ കൂടെയുള്ള മൊമെൻ്റ് ഒന്നും പറഞ്ഞില്ല. അനു പിണക്കമാണ് മൊത്തത്തിൽ. അത് പിണക്കമാണ്. ഇനിയിപ്പം 2-3 ദിവസം ഉണ്ടാവും തോന്നുന്നു. അതോ ഇനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മൊത്തം കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. മൊത്തം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള കഥയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി. പ്രേക്ഷകരുടെ മുന്നിൽ ഇനി ഒരു സ്ട്രാറ്റജി ഒന്നും വർക്കൗട്ട് ആവില്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം പ്രേക്ഷകർ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും എക്സ്പോസ് ആയി കഴിഞ്ഞു. അവരുടെ ഗെയിം ഓവറായി. ഞാൻ പറയും ഇനി പോളിഷ് ചെയ്യേണ്ട സമയമാണ്. ഇനി നമ്മൾ നമ്മുടെ ഗെയിമിനെ ഭംഗിയാക്കുകയാണ് വേണ്ടത്. ഇനി കുളമാക്കരുത്. കുളമാക്കരുത്, ഭംഗിയാക്കുക. അതിനെ ഭംഗിയാക്കി മോൾഡ് ചെയ്ത് നമ്മൾ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഡിസർവിങ് ആണെന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇനി വൃത്തികേടാക്കാൻ നിൽക്കരുത്. കഴിയുന്നത് വൃത്തികേടാക്കാൻ നിൽക്കരുത്. ഇത് അതിബുദ്ധി കാണിക്കരുത്. പൊട്ടത്തരങ്ങൾ കാണിച്ച് കൂട്ടരുത്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പോയിന്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഒരു നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഫേക്ക് കളിക്കാനല്ല പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് മൊത്തം റിയലാണ്, അറിയാലോ നിങ്ങൾക്ക്. പിന്നെ നെഗറ്റീവ് സൈഡ് കൂടുതലും കാണിക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് കണ്ടറിയാം. അക്ബറും ആദിലയും കൂടെ ഒന്നിച്ച സ്ഥിതിക്ക് ഷാനവാസിൻ്റെ ഗെയിം മാറ്റുമില്ലെന്നും അതും കണ്ടറിയാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.